സംസ്ഥാന സർക്കാർ ലഹരി വിരുദ്ധ പ്രചരണത്തിന്റെ ഭാഗമായി സ്കൂളുകളിൽ ഒരു സൂംബ ഡാൻസ് അല്ലെങ്കിൽ ഒരു കായിക ഇനം കുട്ടികളിൽ കൊണ്ടുവരാൻ തീരുമാനിച്ചു. കുട്ടികൾ കളിച്ച് വളരണം, അല്ലെങ്കിൽ അവരുടെ മാനസികാരോഗ്യം വളരണം, അതിൽ പുരോഗതി ഉണ്ടാകണം എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന സർക്കാർ ഈ ഒരു തീരുമാനത്തിലേക്ക് വന്നിട്ടുണ്ടാവുക. തീർച്ചയായും ലഹരിയിലൊക്കെ തന്നെ നമ്മുടെ യുവതലമുറ വഴുതി വീഴുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒരു കളിക്കളങ്ങൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ കുട്ടികൾക്ക് അവരുടെ മാനസികാരോഗ്യം വർദ്ധിപ്പിക്കുന്ന പുതിയ മേഖലകൾ ഉണ്ടാകുന്നത് തീർച്ചയായും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. അത് തീർച്ചയായും നമ്മുടെ നാട്ടിൽ ഉണ്ടാകണം, സാംസ്കാരിക വൈവിധ്യങ്ങൾ ഉണ്ടാകണം. അതുകൊണ്ട് ഇത്തരം സംഭവങ്ങളെ പോസിറ്റീവായി എടുത്ത് അതിനെ പിന്തുണച്ച് അതിന്റെ ഭാഗമായി നിൽക്കുന്നതിന് പകരം ഇത് നമ്മുടെ സാമൂഹ്യ മര്യാദയ്ക്ക് ചേരുന്നതല്ല, ഇത് സദാചാരമല്ല, അങ്ങനെയുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നത് വലിയ പാപ്പരത്വമാണ്. കേരളം എന്നത് വലിയ പോരാട്ടങ്ങൾ കണ്ടിട്ടുള്ള മണ്ണാണ്. ഇതുപോലുള്ള അനീതികൾക്കെതിരെ, ഇതുപോലുള്ള ചിന്താഗതികൾക്കെതിരെ വലിയ പോരാട്ടം കണ്ടിട്ടുള്ള മണ്ണാണ് കേരളത്തിൽ. അതുകൊണ്ട് കേരളത്തിലെ യുവതലമുറയും കേരളത്തിലെ സമൂഹവും ഒന്നും തന്നെ ഇതിനെ വെച്ചുപൊറിപ്പിക്കാൻ പോകുന്നില്ല. വളരെ ശക്തമായി ഇതിനെതിരെ രംഗത്ത് വരും. നേരത്തെ ജിമ്മി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ എന്നെ അത്ഭുതപ്പെടുത്തുന്നത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയുടെ ഈ വിഷയത്തിലെ ഒരു സമീപനം എന്താണെന്ന് വ്യക്തമാക്കാത്തതാണ്. കാരണം മുസ്ലിം ലീഗ് പോലെ അല്പമെങ്കിലും ഒരു പുരോഗമന ചിന്താഗതിയുള്ള ഒരു പാർട്ടി ഈ വിഷയത്തിൽ വളരെ ശക്തമായൊരു നിലപാട് സ്വീകരിച്ചു വന്ന് ആ സമൂഹത്തിൽ ഒരു വലിയ മാറ്റമുണ്ടാക്കാൻ ശ്രമിക്കേണ്ടതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഇതുവരെ മുസ്ലിം ലീഗ് ഈ വിഷയത്തിൽ ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ല, ഒരു അഭിപ്രായവും പറഞ്ഞിട്ടില്ല എന്നത് തീർച്ചയായും ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. നേരത്തെ മുബഷീറിന്റെ റിപ്പോർട്ടിംഗിൽ പറഞ്ഞതുപോലെ ഒരുപാട് കുട്ടികൾ ഇപ്പോൾ മുസ്ലിം സമുദായത്തിൽ നിന്നൊക്കെ തന്നെ ഒരുപാട് കുട്ടികൾ പുറം രാജ്യങ്ങളിൽ പഠിക്കാൻ വരുന്നു. ഡൽഹിയിൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ തന്നെ ഒരുപാട് കുട്ടികൾ ഇപ്പോൾ പഠിക്കാനായി വരുന്ന ഒരു കാലമാണ്. അപ്പോൾ ഇവർ ഈ ചട്ടക്കൂടുകൾക്കകത്ത് നിന്നൊക്കെ തന്നെ കുട്ടികൾ പുറത്തേക്ക് വന്ന് വിദ്യാഭ്യാസം നേടാനും പുതിയ മേഖലകളിലേക്ക് പോകാനും ഒക്കെ തന്നെ ശ്രമിക്കുന്ന ഒരു കാലമാണിത്, പുതിയ കാലമാണിത്. അപ്പോൾ ആ പുതിയ കാലത്തെ ഉൾക്കൊള്ളണം. എൻ്റെ ഒരു സഹപ്രവർത്തകൻ ഉണ്ടായിരുന്നു, ജീവിതത്തിൽ സിനിമാ തിയേറ്ററിൽ പോയി നേരിട്ട് സിനിമ കാണാൻ കഴിയാതിരുന്ന എൻ്റെ ഒരു സഹപ്രവർത്തകൻ ഉണ്ടായിരുന്നു, എൻ്റെ കൂടെ ജോലി ചെയ്തൊരു സഹപ്രവർത്തകൻ. അവരുടെ സാമൂഹ്യ അന്തരീക്ഷം അതുപോലെയായിരുന്നു, അവരുടെ ആ സമുദായത്തിലെ അന്തരീക്ഷം അതുപോലെയായിരുന്നു. അപ്പോൾ അതെല്ലാം മാറണം. അപ്പോൾ ഇതെല്ലാം മാറും, അതെല്ലാം പൊളിച്ചെഴുതുന്ന ഒരു യുവതലമുറ തന്നെയാണ് നമുക്കിടയിലുള്ളത്.